നമുക്കിന്ന് കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും വെച്ച് നല്ല സൂപ്പർ ടേസ്റ്റിലൊരു കറി ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 2 ചെറിയ കോളിഫ്ലവറാണ്. അത് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് വെച്ചേക്കുന്ന വെള്ളത്തിലേക്ക് ഒരു അരമണിക്കൂറോളം ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ സബോള, അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റും, പിന്നെ ഒരു മുളകാണ് ഇവിടെ എടുത്തേക്കണത്. പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഇതൊരു വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ ഇങ്ങനെ ചെറുതല്ല, എന്നാൽ അത്ര വലുതല്ല, ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് എടുത്തേക്കുന്നതാണ്. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി എടുത്ത് വയ്ക്കുക. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സബോള ഇടുന്നത്. അപ്പോൾ ആ വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നോളൂ. ഇനി സവാളയും കൂടി ഇട്ട് നന്നായിട്ട് നമ്മൾ വഴറ്റി കൊടുക്കാം. നമ്മൾ സാധാരണ ചിക്കനൊക്കെ വഴറ്റുന്ന പോലെ തന്നെ വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞ് സാധാരണ നമ്മളിടുന്ന പോലത്തെ പൊടികളൊക്കെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 1/2 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്, ഒരു 1.5 സ്പൂണിൻ്റെ അടുത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മൂന്നിൻ്റെയും പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും നന്നായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് അത് നന്നായിട്ട് ഉടഞ്ഞ് വരണം. അത് ഉടഞ്ഞ് വന്ന് കഴിയുമ്പോഴേക്കും ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങും അതിൻ്റെ കൂടെ തന്നെ കോളിഫ്ലവറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പം തന്നെ നമുക്ക് അതിന് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ ഇരുന്ന് വെന്തോളും. എന്നാലും അടി പിടിക്കും, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം അത്രയൊക്കെ ഒഴിച്ചാൽ മതി. അങ്ങനെ ഒഴിച്ച് നല്ലോണം അടച്ച് വെച്ച് വേവിക്കുക. ഒരു 3 മിനിറ്റ് 2 മിനിറ്റ് കൂടുമ്പോഴൊക്കെ ഇടയ്ക്ക് വെച്ച് ഒന്ന് തുറന്ന് വെച്ച് ഇളക്കി കൊടുത്താൽ മതി. ഇതൊക്കെ ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ചപ്പാത്തിയുടെ കൂടെയാണ് നല്ല കോമ്പിനേഷൻ വന്നത്. ചോറിൻ്റെ കൂടെയും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിവിടെ ചോറിൻ്റെ കൂടെയാണ് എടുത്തത്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഞങ്ങളിപ്പോൾ ചോറിൻ്റെ കൂടെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ അഭിപ്രായം പറയണേ. ഓക്കെ, ബൈ.